ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കിയാലോ? സിമ്പിളായിട്ട്, അധികം കൂടുതൽ സമയം ഒന്നും വേണ്ട, പെട്ടെന്ന് റെഡിയാക്കാം. നമുക്ക് പായസം ഉണ്ടാക്കിയാലോ? ഞാൻ ആനിവേഴ്സറിക്ക് ആയപ്പോൾ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. നമുക്കെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ വലിയ രണ്ടച്ച് ശർക്കര ഇട്ട് കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടച്ച് എടുത്തത്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ പൊടിച്ചിട്ട് ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം അതിൽ തിളയ്ക്കാൻ വെച്ചതാണ്. അപ്പോൾ അത് വയ്ക്കുന്ന സമയത്ത് ഞാൻ എടുക്കാൻ മറന്നുപോയി വീഡിയോ. അപ്പോൾ ഇങ്ങനെ അത് നല്ലോണം തിളച്ച് വെച്ചിട്ട് അതിൽ അലിഞ്ഞു പോയിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു ഗ്ലാസ് നിറച്ച്, ഈ ഒരു ഗ്ലാസ്സിനായിട്ട് ഞാൻ എല്ലാ അളവ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് നിറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് ഒന്ന് വറുത്തെടുക്കാം. കുറച്ചിങ്ങനെ കളറ് മാറുന്ന വരെ ഒന്നിങ്ങനെ വറുത്തെടുക്കാം. നല്ലോണം ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആവണ്ട, എന്നാൽ അതിന് താഴെയായിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ കളറ് മാറി വരുന്നവരെ നമുക്കൊന്ന് ഇങ്ങനെ വറുത്തെടുക്കാം. കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് ഒക്കെ മതി. ഇങ്ങനെ ആക്കി വരുമ്പോൾ തന്നെ അതിലിങ്ങനെ കളറ് മാറി തുടങ്ങും. നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ കളറ് മാറി തുടങ്ങിയിട്ടാ. ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ ഞാൻ പരിപ്പ് കഴുകിയിട്ട് കുക്കറിലിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം, ആ ഗ്ലാസ് കൊണ്ട് തന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. എന്നിട്ട് അത് വേവിക്കാൻ വെച്ചു. അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, നമുക്ക് അധികം സമയവും നഷ്ടപ്പെടില്ല. ഞാൻ കുക്കറിൽ വെച്ച്. അപ്പോൾ അതിന് ഒരു 4 വിസിലാണ് വന്നത്. 4 വിസിലിൽ അത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണുള്ളത്. കുറച്ച് വെളിച്ചത്തിൻ്റെ കുറവുണ്ട്. പിന്നെ ഞാൻ ഫോണിൽ ഫ്ലാഷൊക്കെ ഓണാക്കി. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് പരിപ്പ്. ഇനി നമുക്ക് അതിലേക്ക് ശർക്കര വയ്ക്കാം. നേരത്തെ ഒരുക്കി വെച്ച ശർക്കര ഞാനിത് ആ ഗ്ലാസ്സിലാണെന്ന് കാണിച്ചു തരാൻ വെച്ചിട്ട് ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിച്ച്, എന്നിട്ട് ആ ഗ്ലാസ് വെച്ചിട്ട് ഒഴിച്ചതാണ്. അപ്പോൾ ഒരു ഗ്ലാസ് ഒഴിച്ചു, പിന്നെ ഒരു 1/2 ഗ്ലാസും കൂടെ ഒഴിച്ചു. എന്നിട്ടത് നല്ലപോലെ ഒന്നും കൂടെ നന്നായിട്ട് വേവിച്ച്, ശർക്കരയിൽ ഈ പരിപ്പൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തു. അപ്പോൾ പരിപ്പ് ഒന്നും കൂടെ ഉടയുകയും ചെയ്യും. പിന്നെ ശർക്കര നല്ലോണം ഉരുകി പരിപ്പിൻ്റെ കൂടെ ചേരൂലേ, അതാകണ്ട് നന്നായിട്ട് വെന്ത്. കുറച്ച് സമയം വെച്ചപ്പോഴത്തേന് നന്നായിട്ട് വെന്തും ചെയ്തു. പിന്നെ ഞാൻ ഏലക്കായ പൊടിച്ചതും പിന്നെ കുറച്ച് ചുക്ക് പൊടിച്ചതും ആണ് അത് ചേർക്കുന്നത് ഇതിലേക്ക്. ഏലക്കായ ഞാൻ പഞ്ചസാര കൂട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ ഒരു 3/4 ഗ്ലാസിൻ്റെ അടുത്ത് തേങ്ങാപ്പാൽ. ഞാൻ തേങ്ങാപ്പാലിൻ്റെ പൗഡർ ഉപയോഗിച്ചിട്ടാട്ടോ. തേങ്ങാപ്പാൽ പൗഡർ കലക്കി നമ്മൾ ചൂടുവെള്ളത്തിൽ കലക്കിയെടുത്ത പൗഡറാണ് ഉപയോഗിച്ചിട്ട്. എന്നിട്ട് അത് ഒന്ന് നന്നായിട്ട് അതിൽ ചേർത്തിട്ട് ഇളക്കുക. പിന്നെ അധികം തിളപ്പിക്കൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി ഇങ്ങനെ ഒന്നിങ്ങനെ കുഞ്ഞു തിള വരില്ലേ, അങ്ങനെ വന്നാൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ ഇത് കുറച്ച് ഉപ്പാണ് കേട്ടോ ചേർക്കുന്നത്. ഒന്ന് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത്. ഇപ്പോൾ പായസം ഏകദേശം റെഡി ആയിട്ടാണ്. ഇനി നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും കൂടെ വറുത്ത് കോരിയിടാം, നെയ്യിലൊന്ന് വറുത്ത് കോരിയിടാം. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒരു 2 സ്പൂണൊക്കെ, ഞാൻ ബോട്ടിലുകൊണ്ട് തന്നെ അയച്ചത്, കുറച്ച് നമ്മളൊരു ഇതിനനുസരിച്ച് കുറച്ച് ഒഴിച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് കുറച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആദ്യം തേങ്ങ കൊത്തിടാം. എന്നിട്ട് നമുക്ക് അതൊന്ന് ചെറുതായി കളറ് മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് തേങ്ങ കൊത്തിടാം. ഈ തേങ്ങ കൊത്തിനെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. അങ്ങനെ കളറ് മാറി വരട്ടെ. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ പായസം ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും കുറച്ചൊന്നും ഇങ്ങോട്ട് കളറ് മാറിയാൽ നമുക്ക് ലാസ്റ്റ് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. മുന്തിരി ആഡ് ചെയ്താൽ പെട്ടെന്നാവും, അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യുന്നത്. നല്ലോണം തീയെ കുറച്ച് വെച്ചിട്ട്, ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുന്തിരി ഇങ്ങനെ കരിഞ്ഞ് കളറ് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ലാസ്റ്റ് ആഡ് ചെയ്ത് ഇനി മുന്തിരിയും കൂടെ ആഡ് ചെയ്തുകൊണ്ട് നമുക്കിനി
വേഗം പായസത്തിലേക്ക് ഒഴിക്കാം. ഇനി പായസത്തിലേക്ക് ഒഴിക്കാം. എന്താ കാണുമ്പോൾ തന്നെ അടിപൊളിയായിരുന്നു, കുടിച്ചിട്ടും അടിപൊളിയായിരുന്നു. കുടിക്കാത്തവർ, ചെറുപയർ പരിപ്പിൻ്റെ പായസം കുടിക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അഭിപ്രായവും പറയണേ ഉണ്ടാക്കി നോക്കിയിട്ട്.